ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞങ്ങളുടെ ഈ ഗാർഡനിൽ ഞാൻ കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിക്കാനാണ്. അത് ഞങ്ങളുടെ ഗാർഡൻ എങ്ങനെയുണ്ടെന്ന് ആദ്യം കാണിക്കാം. അതിനുവേണ്ടി ഞാൻ മേടിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങളും എത്രയൊക്കെയാണെന്നും അത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്നും കാണിക്കാം. ഇവിടെ ഇച്ചിരി സ്പേസേ ഉള്ളൂ. ആ സ്പേസിൽ നമ്മൾ എങ്ങനെ ഇവിടെ കൃഷി ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വന്നിട്ട് നമുക്ക് കൃഷി എങ്ങനെ ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് മാത്രം ഞാനൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അധികം സ്പേസ് ഒന്നുമില്ല, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കുറേശ്ശെ. അതുകൊണ്ട് ചെറിയ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അത് ക്ഷമിക്കുക. അപ്പം നമുക്ക് ഇവിടുത്തെ എൻ്റെ ഗാർഡനിൽ കാണിച്ചു തരാം. ഇത് എൻ്റെ ഇതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസാണ്. വെള്ളം ഒഴിക്കാനുള്ള പൈപ്പ് ലൈനുണ്ട്, അതുപോലെ കുറച്ച് മണ്ണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്, കുറച്ച് ചട്ടിയുണ്ട്, അത് നേരത്തെ ഉണ്ടായിരുന്നതുകൊണ്ട് പുതിയത് വാങ്ങിച്ചതുകൊണ്ട്, അതുപോലെ കിളയ്ക്കാനുള്ള ഇതാണ് മൺവെട്ടി പോലത്തെ സാധനമാണത്. അതുപോലെ തന്നെ വെള്ളം ഒഴിക്കാനുള്ളതാണ്, അത് ഒരു ചെറിയതായിട്ടുള്ള ആ വാരൽ. അപ്പം ഇതൊക്കെയാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളുടെ കൃഷി എങ്ങനെയുണ്ടെന്ന് ഇതിൻ്റെ ഓരോ പ്രോഗ്രസ്സും ഞാൻ ചെറുതായിട്ടൊന്ന് പിടിച്ചു വെച്ചിട്ട് കാണിക്കാം. അത് വളർന്നോ അതെങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോൾ നമുക്ക് കാണാം. ഇത് മാരം എന്ന് പറയുന്നതാണ്, നമുക്ക് മോരിനകത്തൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ് അത്. അപ്പോൾ അത് വെക്കുമല്ലെന്ന് നോക്കാം, പിടിക്കുമല്ലെന്ന് നോക്കാം. ഞാൻ ചട്ടിക്കകത്ത് മെയിൻലി വെക്കുന്നത് ഒത്തിരി തണുപ്പാണ്, എടുത്ത് അകത്ത് വെക്കാമല്ലോ എന്നോർത്താണ്. ഇത് ഞാൻ സ്ട്രോബെറി എടുത്ത് ഇതിനകത്തോട്ട് ഒരെണ്ണം വെച്ചതാണ്. നാട്ടിലെ പയറായിരിക്കുന്നത് മുഴുവൻ. ബാലൻസ് എൻ്റെ ചെടികളെല്ലാം കുഴിച്ച് വെക്കാൻ പോവുകയാണ്. ഇത് കഴിഞ്ഞ വർഷത്തെ എൻ്റെ ചട്ടിയാണ്. ആ ചട്ടിയിൽ കിളുത്ത് വന്നിരിക്കുന്നതെല്ലാം എടുത്ത് കളയാണ്, അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ. കാരണം കുറച്ചുകൂടി മണ്ണ് അങ്ങോട്ട് നിറച്ച് അത് ഫില്ല് ചെയ്യാമെന്ന് കരുതുന്നത്. അപ്പം എല്ലാം ഒന്ന് ഇളക്കിയെടുത്ത്, ഓൾറെഡി ഞാൻ കഴിഞ്ഞ ആഴ്ചകളിൽ കുറച്ചൊക്കെ ചെയ്ത് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് എളുപ്പമുണ്ട്. അപ്പം ഞാൻ ഇതിന് വേണ്ടിയിട്ടൊരു പ്രത്യേക മരുന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് അധികം കീടങ്ങളൊന്നും വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അത് തളിക്കണം. അത് ഇത് കഴിഞ്ഞ് കുഴിച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഈ ചട്ടിയെല്ലാം ഇനി റെഡിയാക്കണം ഇങ്ങനെ. അപ്പം അതിനകത്തോട്ട് ഞാൻ ബീൻസും അതുപോലെ കുറച്ച് സാധനങ്ങൾ, എനിക്ക് എപ്പോഴും ഇഷ്ടം പച്ചക്കറികൾ നടാനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചക്കറിയാണ് നടുന്നത് കൂടുതൽ. ചെടി 1-2 ഒക്കെ ഞാൻ വെച്ച് വെക്കാറുള്ളൂ. വലിയ യൂസൊന്നും ഇല്ലാതെ കൊണ്ട് ചെടി ഞാൻ വെക്കുന്നില്ല. അധികം കാണാൻ ഭംഗിയുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ചിരുന്ന ജമന്തിപ്പൂ പോലത്തെ ഒരു പൂവാണ്, അത് അവിടെ മുഴുവൻ കിളുത്ത് വന്നു. ഇപ്പം അത് എടുത്ത് കളയാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് ഇത്തവണ ഈ ചെടി ഒത്തിരി വെച്ചാൽ പ്രശ്നമാണ്. അതുകൊണ്ട് ചെടിയെല്ലാം ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് നിർത്തും, പുറകിൽ ഇപ്പം പച്ചക്കറി മാത്രം നടാൻ നിർത്തും. അപ്പം നാട്ടിലുള്ള എല്ലാവരും കാണുക, ഞങ്ങളിങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഇവിടെ ചെയ്യാറുണ്ട്. നിങ്ങൾ വെറുതെ ഇരുന്ന് സീരിയൽ കാണുന്ന സമയത്തൊക്കെ ഇതൊക്കെ ചെയ്യാൻ നോക്കുക. ഞങ്ങൾക്ക് സീരിയൽ കാണാനൊന്നും സമയമില്ല, അത് ഞാൻ കാണാറുമില്ല ഫോറിനിലുള്ളവരെന്ന് എനിക്ക് തോന്നുന്നത്. നാട്ടിനെ അപേക്ഷിച്ച് നാട്ടിലിപ്പോൾ ഒരു വിസിറ്റേഴ്സിൻ്റെ അടുത്ത് ചെന്നാൽ പോലും, നമ്മളൊരു വീട് വിസിറ്റ് ചെയ്യാൻ ചെന്നാൽ പോലും അവർക്ക് നമ്മളെ ഒന്നും ട്രീറ്റ് ചെയ്യാൻ സമയമൊന്നുമില്ല. അവർക്കെല്ലാം സീരിയലാണ് ഇവർക്ക് ഇമ്പോർട്ടൻസ്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് ഇത് ഇങ്ങനത്തെ വല്ലതൊക്കെ ചെയ്യുവാണെങ്കിൽ നടുവിനും കാലിനും ഒക്കെ വേദനയും അതുപോലെ മനസ്സിനൊരു സുഖവും കിട്ടും. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് ഉള്ള സ്പേസ് ഒന്നോടെ ഒന്ന് കുത്തി ഇളക്കുക. വേണ്ടിയ ചെടിയൊക്കെ നിർത്തിയിട്ട് ഈ പൂക്കളുണ്ടാകുന്ന ആ ചെടിയെല്ലാം അത് കളയണം. നമ്മൾ ഇളക്കിയിടുകയാണെങ്കിൽ മണ്ണ് ഇളക്കി കൊടുക്കണം, എന്നാലേ നമുക്ക് നന്നായിട്ട് ഇതാകത്തുള്ളൂ. ഓക്കെ, ഇത് ഞാൻ ചെയ്ത് തീർന്നു കഴിഞ്ഞിട്ട് ചെടി ഓരോന്നോരോന്ന് കുഴിച്ച് വെക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി എപ്പോഴൊക്കെ. അതുപോലെ കമ്പോസ്റ്റ് ഇട്ട് ഇതിൻ്റെ അകമല്ല, ഈ ചട്ടിയുടെ അകമെല്ലാം നമ്മൾ ചെയ്തെടുക്കണം. ഓരോരുത്തരുടെയും ഗാർഡൻ നന്നായിട്ട് ഇത് ചെയ്തിട്ടുണ്ട്, സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് മറ്റുള്ളവരിൽ നിന്നും. അപ്പം അതിനകത്ത് ഓരോ സൈഡും നമ്മൾ തന്നെയാണ് റിപ്പയർ ചെയ്യേണ്ടി വരുമ്പോൾ ചെയ്യേണ്ടത്. അതിന് ഓരോ സൈഡ് ഓരോരുത്തർക്ക് പറഞ്ഞിട്ടുണ്ട്. അത് റൈറ്റ് സൈഡാണെന്ന് തോന്നുന്നു. ആ റൈറ്റ് സൈഡ് നമ്മൾ പെരയുടെ പുറത്തോട്ട് ഇറങ്ങിക്കുമ്പോൾ റൈറ്റ് സൈഡിലുള്ളതാണ് നമ്മൾ തന്നെ റിപ്പയർ ചെയ്യേണ്ടത്. കാരണം അത് ഷെയർ ചെയ്താണല്ലോ പോണത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. അത് ഷെഡാണ്, അത് ഞങ്ങൾ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ ചെറിയ ഷെഡിനകത്താണ് ഞാൻ എൻ്റെ ഗാർഡൻ സാധനങ്ങൾ വെക്കുന്നത്. അതുപോലെ ഇവിടെ അടുത്തുള്ള വീട്ടുകാർ ഭയങ്കര പച്ചക്കറി അല്ല ഒത്തിരി സസ്യങ്ങളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. അവർ തന്നെ മൊത്തം ഇവിടെ മുഴുവൻ ചെടികളും പൂക്കളും കായകളും എല്ലാം ഒരു വനം പോലെ അവരുടെ ഗാർഡൻ ഉണ്ടാക്കി. പക്ഷേ അതിനകത്തൊരു വഴിയുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് അധികം ഗാർഡനും സാധനങ്ങളൊന്നുമില്ല, ഇത് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ
ഈ ഏരിയയിൽ ഇറങ്ങിപ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇതിൻ്റെ അടിയിലത്തെ മണ്ണ് കൊള്ളത്തില്ല, അതുകൊണ്ടാണ് പിടിക്കാൻ ഭയങ്കര പാടായിരിക്കും. പിടിച്ച് കിട്ടിയാൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഇച്ചിരി മണ്ണ് ഇതെല്ലാം വാങ്ങിച്ച് വേറെ ഇട്ടു പിടിക്കുമോ നോക്കട്ടെ. ഇല്ലെങ്കിൽ പിന്നെ വേറൊരു ടൊമാറ്റോ വാങ്ങിച്ച് കുഴിച്ച് വെച്ചോ. ഇതൊരു ചെറിയ ടൊമാറ്റോയാണ്, ചെറിയ ചെറിയ ടൊമാറ്റോ ഉണ്ടാകുന്നത്. അപ്പോൾ അത് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാകുമെന്ന്. ഉണ്ടാകാൻ ചാൻസ് ഉണ്ടോയെന്ന് അറിയത്തില്ല. നമ്മൾ നാട്ടിൽ പോയിട്ട് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ ഇതെല്ലാം കേടായി പോകാൻ ചാൻസ് ഉണ്ട്. എങ്കിലും ചുമ്മാ 10-20 പൗണ്ടല്ലേ ആയുള്ളൂ, കുഴപ്പമില്ല. ഒരു മിൻറ്റ് ലീഫ്, ഞാൻ മിൻറ്റിൻ്റെ അത് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കുന്ന ടൈപ്പ്, അത് ഞാൻ പറിച്ചുകൊണ്ട് വന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെക്കുന്നതാണ്. അതിൻ്റെ പഴയ സ്ഥലത്ത് ഇരുന്ന് ഉണ്ടായി വന്നതാണ്. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇത് സ്ട്രോബെറി, അത് ബീൻസ്, ടൊമാറ്റോ. ഇതൊരു ചെടിയാണ്. ഇത് എനിക്കിന്ന് ഒരാൾ തന്നത് ചെടിയത്. നല്ല പൂവുണ്ടാകുന്ന ചെടിയാണ്. നോക്കാം പൂവുണ്ടായാൽ എങ്ങനെ ഇരിക്കുന്നു. ഇവിടെ കീടങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയ ഒരു ചെറിയ സംഗതിയാണ്. എല്ലാവരും വെളുത്തുള്ളി ഇടണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, വെളുത്തുള്ളി ചേർ. അപ്പോൾ ഞാൻ വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചിയും കുറച്ച് കാന്താരിമുളകും കൂടി അരച്ചതാണിത്, അതിൻ്റെ വെള്ളം ഇത്. അപ്പോൾ ഇനി അത് ഈ ചെടിയിൽ വന്നിരിക്കുന്ന കീടങ്ങൾക്ക് പറന്നു പോകാൻ വല്ലതും പറ്റുകയാണെങ്കിൽ പോട്ടെ. മസാലയൊന്നും ചേർത്തില്ല, പക്ഷേ ഇത്ര സാധനങ്ങൾ ഇടിച്ച് പിഴിഞ്ഞ് അതിനകത്തോട്ട് ആ നീരിലോട്ട് കലക്കി ഒഴിച്ച്. അപ്പോൾ ഇതേ വന്നിരിക്കുവാണെങ്കിൽ വെളുത്തുള്ളിയെ കൊണ്ടെല്ലാം പോകുന്ന പറയണേ. ഒന്നും വന്നിരിക്കത്തില്ല, വെളുത്തുള്ളിയുടെ മണം അടിക്കുമ്പോൾ വന്നിരിക്കുകയെന്ന് പറയണം. അതുകൊണ്ട് എല്ലാ ചെടിയിലും അടിച്ചിട്ടാണ് ഞാൻ, കാരണം എല്ലാ ചെടിക്കും കേട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കാന്താരിയാണ്, നന്നായിട്ടുണ്ടായതായിരുന്നു. പക്ഷെ അത് വരയ്ക്കാത്തടുത്ത് വെച്ചിട്ട് ഇങ്ങനെയായിപ്പോയി. വരുവാണ് വരട്ടേന്ന് ഓർത്തിട്ട് എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ വർഷത്തെ മുളക്. ഇത് സ്ട്രോബെറിയാണ്. സ്ട്രോബെറിയിൽ 3-4 കായ ഉണ്ടായതാണ് ഇവിടെ. അപ്പോൾ കാണിക്കാമെന്ന് കരുതി ഞാൻ കുറച്ച് പറിച്ചെടുത്തു. അതുപോലെ 2-3 എണ്ണത്തിൽ ഇങ്ങനെ ഉണ്ടായി കിടപ്പുണ്ട്. ഇവിടെ ഉണ്ടാകുന്നുണ്ട്, കുറേയൊക്കെ ഉണ്ടാകുന്നുണ്ട്, കാണാൻ നിങ്ങൾക്ക്. നാട്ടിൽ പോണതിന് മുമ്പ് ഒന്ന് കാണാൻ നോക്കുന്ന ചുമ്മാ റെക്കോർഡ് ചെയ്തതാണ്. തിരിച്ച് വരുമ്പോഴേക്കും ഇതെല്ലാം പോയിരിക്കും. അപ്പം അതിനിപ്പുറം ഒന്ന് റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. ഇതാണ് ഇത്തവണത്തെ എൻ്റെ ഗാർഡൻ. കണ്ടോ, ഞാൻ ഒത്തിരിയൊന്നും ചെയ്തില്ല ഇത്തവണ, കാരണം നാട്ടിൽ പോകുന്നത് കൊണ്ട് എനിക്ക് ഇത് ഫുള്ള് നനച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളത് കൊണ്ടും, പിന്നെ 2-3 ടൂറൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അതധികം ചെയ്യാൻ പറ്റിയില്ല. ഇത് കണ്ടോ, ഇത് മാരോ എന്ന് പറഞ്ഞൊരു ആണ്. അത് നമുക്ക് മോരിനകത്തൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അതിൽ കായൊന്നും ഉണ്ടായില്ല, പൂവുണ്ടായി. ഇങ്ങനെയാണ് ഞങ്ങളിവിടെ ചെറുതായിട്ട് ചെറിയ രീതിയിലുള്ള കൃഷികളൊക്കെ ചെയ്യുന്നത്. ഇത് സ്ട്രോബെറി, ഞാൻ സ്ട്രോബെറിയുടെ കായൊക്കെ എടുത്തത് ഞാൻ കാണിച്ചിട്ടുണ്ട്. നല്ലോണം ഇതില്ല അവിടം വരെയൊക്കെ സ്ട്രോബെറി ഇങ്ങനെ പറന്ന് കിടപ്പുണ്ട്. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. അധിക സ്ഥലത്ത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള സ്ഥലത്ത് ഞാൻ ഇച്ചിരി ഇങ്ങനെ കുത്തിപ്പൊളിച്ചൊക്കെ ഉണ്ടാക്കിയിട്ട് ചെയ്തതാണ്. പിന്നെ മണ്ണ് വാങ്ങിച്ചിടുക ചെയ്യുന്നത് ചിലപ്പോഴൊക്കെ, അല്ലാത്തപ്പോൾ ഉള്ള മണ്ണിനകത്തോട്ട് ഇളക്കിയിട്ടിടുകയാണ്. ഇത് കണ്ടോ, ഇത് മിൻറ്റ് ലീഫ്. അത് നമുക്ക് പുതിനയിലെന്ന് പറയുന്ന സാധനം, അത് ഞാനിവിടെ കൊണ്ടുവച്ച് ഇപ്രാവശ്യം ഒന്ന് പിടിപ്പിച്ചെടുത്തതാണ്. അതിനെ അടുത്ത വർഷം തന്നെ കിളുത്ത് വന്നോളും. ഇത് കഴിഞ്ഞ വർഷം കിളുത്ത് വന്ന ബന്ദിയാണ്, ഞാൻ മേടിച്ചിട്ടതാണ്. ഇത്തവണ കുറേ പൂക്കളുണ്ടായിട്ടുണ്ട്, പക്ഷേ അതേകാലം ഇല്ല. ഞങ്ങൾ അടുത്ത ആഴ്ച നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഒത്തിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയില്ല, കാരണം ഇത് പോകില്ല എന്താണേലും. ഇത് ഞാനൊരു ഓറഞ്ചിൻ്റെ ഇതുകൊണ്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം അത് ഇത്രയും പിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് അകത്ത് കയറ്റി വെച്ചിട്ട് വേണമെന്ന് പോയി നോക്കാൻ. എങ്ങനെയും ഇരിക്കുവാണെങ്കിൽ ഇരിക്കട്ടെ എന്നോർത്ത്.
പിന്നെ ഇത് ഇതിൻ്റെ ബീൻസാണ്, ചെറിയ ബീൻസ് പൂക്കളിട്ട് തുടങ്ങി. തിരിച്ചു വരുമ്പോഴേക്കും ഇതെല്ലാം പോകും. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് എടുത്തു വെച്ച് കാണിക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ ഇവിടുത്തെ ഹാർഡ് വർക്കും അതുപോലെ അതിനിടയ്ക്ക് ഞങ്ങൾ ചെയ്യുന്ന എൻ്റർടൈൻമെൻറ്റും ഒക്കെ ചുമ്മാ ഒരു രസമല്ലേ. അതുപോലെ വേണ്ട, ഇത് നാട്ടിലെ എൻ്റെ ചീനിയായിരുന്നു. നാട്ടിലെ ചീനി ഞാനിവിടെ കൊണ്ടുവന്ന് കിളിപ്പിച്ച് ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം നന്നായിട്ട് ചീനിയുടെ മുളക് ഉണ്ടായതാണ്. പക്ഷേ ഈ വർഷം അധികം ചീനിയുടെ മുളകില്ല. അപ്പം അത് ഞാൻ പുറത്തെടുത്ത് വെച്ച് കിളുക്കാൻ വേണ്ടിയിട്ട് വീണ്ടും കിളുത്ത് വരുന്നുണ്ട്. പക്ഷേ നേരത്തെ മുളകുണ്ടാകി വരുമ്പോഴേക്കും ചിലപ്പം അത് മഞ്ഞായി വരും. ഇത് നമ്മുടെ ചീരയാണ്, നാട്ടിലെ ചീര. ഞാൻ പറിച്ച് മാറ്റി വെച്ചേക്കുന്നതാണത്. അത് അത്രയും എത്തി. ചുമ്മാ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. പക്ഷേ ഇതെല്ലാം നമ്മൾ കുത്തി ഇളക്കി ഈ മണ്ണ് കുഴച്ച് മണ്ണിനകത്തോട്ട് നമ്മൾ തന്നെ വെച്ചും പിടിച്ചുമൊക്കെ അങ്ങനെ വരുന്ന ഇച്ചിരി സമയം പോകും. 2 ഉരുളൻകിഴങ്ങ് കണ്ടോ, ഉരുളൻകിഴങ്ങിന് മണ്ണിട്ട് കൊടുക്കണം. അപ്പോൾ മണ്ണ് തെളിഞ്ഞു വന്നു. ഞാൻ വെള്ളം ഒഴിക്കുക, ഇടയ്ക്കിടയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ അപ്പോൾ അത് പോകുന്നതിന് മുമ്പ് മണ്ണിനകത്ത് മണ്ണിട്ട് കൊടുത്തിട്ട് പോകണം. തിരിച്ചു വരുമ്പോഴേക്കും ആ പച്ചപ്പ് മാറിയിരുന്നോളും. പിന്നെ ഇത് ചോളമാണ്, പൂക്കൾ ആയി വന്നില്ല. അപ്പോൾ അത് ഇത്രയും പൊങ്ങി വന്നിട്ടുണ്ട്. പോയി വരുമ്പോൾ ഞാൻ എടുത്ത് കാണിക്കാം എൻ്റെ ഗാർഡൻ എങ്ങനെ ഇരിക്കുന്നുണ്ടെന്ന്. പിന്നെ ഇത് റണ്ണർ ബീൻസാണ്. അതിൽ 1-2 കായൊക്കെ ഉണ്ടായി തുടങ്ങി, പൂക്കളും കാകളും ഒക്കെ ഉണ്ടായി തുടങ്ങി. അതുപോലെ ഇത് കയറിപ്പോകുന്ന വൈറ്റ് റണ്ണർ ബീൻസാണ്. അത് ഇവിടെ പൂക്കളുണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടിയൊക്കെ ബെറ്ററായിട്ട് കിട്ടിയാനായിരുന്നു. പിന്നെ ഇത് ചീര, ഇത് കുറച്ച് പൊട്ടാറ്റോ ഇവിടെ കുഴിച്ചിട്ടിരിക്കുന്നതാണ്. അതുപോലെ 2-3 ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. അവിടെ ഞാൻ ചുമ്മാ കൊണ്ട് കുഴിച്ച് വെച്ചതാണ്. മിൻറ്റ് ലീഫ്, അതും കിളുത്ത് വരുന്നുണ്ട്. പിന്നെ പൂക്കളൊക്കെ ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ പിന്നത്തെ പ്രാവശ്യം അത് തന്നെ പൊങ്ങി വന്നോളും. പിന്നെ തേണ്ട ഇവിടെ ഇരിക്കുന്നതാണ് എൻ്റെ കുറച്ച് ബീൻസ് ഇത്ര എത്തി ഇരിപ്പുണ്ട് കണ്ടോ, ഉണ്ടായി വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന സംഭവം. ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും. എൻ്റെ തക്കാളിക്കായ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത് തക്കാളിയാണ്, 2 തക്കാളി ഉണ്ട് എനിക്ക്. എൻ്റെ ഇവിടെയും തക്കാളിക്ക ഉണ്ടായി. പക്ഷെ ഇത് നനയ്ക്കാൻ ആളില്ല. ഇനി ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഇനിയത്തെ ഒരു പ്രോബ്ലം. അയൽവക്കക്കാരോടൊന്ന് പറഞ്ഞിട്ട് വേണം ഇച്ചിരി വെള്ളമൊന്ന് ഒഴിച്ചേക്കാമോ എന്ന്. പറ്റുവാണെങ്കിൽ എപ്പോഴേലൊക്കെ ചുമ്മാ ഒന്ന് കോരി ഒഴിച്ചാൽ മതിയായിരുന്നു. അവരോടൊന്ന് ചോദിച്ച് നോക്കിയിട്ട് പോകണം. ഇംഗ്ലീഷുകാരാണ്, അപ്പോൾ അവരോടൊന്ന് ചോദിച്ച് നോക്കട്ടെ. അല്ലെങ്കിൽ പിന്നെ ഇവിടെ എല്ലാം തുറന്നിട്ടിട്ട് പോയാൽ ശരിയാകത്തില്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കൃഷിയിടങ്ങൾ ഇത്തവണത്തത്. അതുപോലെ ഇതെല്ലാം മൂലയിൽ കുറച്ച് പൂക്കളുണ്ടായിരിപ്പുണ്ട് കേട്ടോ. പൂക്കൾ നിൽക്കുന്നുണ്ട്. ഇത് നല്ല മണമുള്ള പൂക്കളാണ്. ഇവിടെ ചുമ്മാ ഇരുന്ന് കാറ്റ് കൊള്ളാനൊക്കെ ഇരിക്കുന്നതാണ് ഞങ്ങൾ. ഇതാണ് ഞങ്ങളുടെ ഗാർഡൻ. എന്നാളും കാണിച്ചു തന്നിട്ടുണ്ട്. പുരയുടെ പുറകുവശത്തെ ചെറിയൊരു ഗാർഡനാണ്. അതുപോലെ അല്ലേ മൂലയിലും കുറച്ച് ഇതുണ്ട്, പൂക്കളും കായകളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചുമ്മാ ഹാങ് ചെയ്ത് കിടക്കുന്നു. ചുമ്മാ കാണാനൊരു ഭംഗിയുണ്ട്. നമ്മുടെ പാഷൻ ഫ്രൂട്ട് പോലെ ചുമ്മാ കയറി കിടക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ എങ്ങനെയും ഒരു ഗ്രേപ്സ് ഇടണമെന്ന് കരുതുന്നു. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ വെയിൽ കൊള്ളാൻ സമയമുള്ളപ്പം, നമുക്കിവിടെ അധികം സമയമൊന്നുമില്ല, വെയിൽ കൊള്ളാൻ പറ്റും. അപ്പോൾ അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ ഗാർഡൻ ഒന്നുകൂടി ഞാൻ ഓടിച്ചു വിടാം. ഇതിങ്ങനെ വന്ന് ഇച്ചിരി സ്പേസേ ഉള്ളൂ. അതിനകത്താണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തത്. ഇതിനകത്ത് ഇനി കഴിഞ്ഞ പ്രാവശ്യം ഇതിലും കൂടുതലുണ്ടായിരുന്നു. ഞാൻ കുറേയൊക്കെ ചെയ്തായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നാട്ടിൽ പോകുന്നില്ലായിരുന്നു. അപ്പം സാധനം പോയാലെന്ന് ഉറപ്പുണ്ട്. ഇപ്രാവശ്യം പോകുന്നതുകൊണ്ട് രക്ഷയില്ലല്ലോ എന്ന് ഓർത്തിട്ട് തന്നെ ഇച്ചിരി എനിക്ക് പോകുന്നോടം വരെ കാണാനും സമയം പോക്കിനും വേണ്ടിയിട്ട് ചെയ്തതാണ്. താങ്ക് യു വെരി മച്ച്. ഇതുണ്ട്, കുറച്ച് തക്കാളി ഉണ്ടായിട്ടുണ്ട്. 2-3 തക്കാളി. അതിൻ്റെ താഴെയൊക്കെ നല്ല ഒരു കൊലയായിട്ടുണ്ടാക്കാവുന്ന വിധത്തിൽ ഉണ്ടായിരിപ്പുണ്ട്. പക്ഷേ ഞാൻ നാട്ടിൽ പോയിട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം പോകും. സങ്കടം വന്നിട്ട് വയ്യ. അതുപോലെ തന്നെ ഇവിടെ നിൽക്കുന്ന തക്കാളിക്ക ഉണ്ടായി വന്നിട്ടുണ്ട്. നല്ലോണം ഇതും ഉണ്ടാകുന്നുണ്ട്, പൂവുണ്ടാകുന്നുണ്ട്. ഓരോ കൊലയായിട്ടാണ് കുഞ്ഞ് ഇത് കണ്ടോ, കുഞ്ഞ് തക്കാളിക്ക ഉണ്ടാകുന്നത്. ചെറുതാണ് വാങ്ങിച്ചത്, വൈൻ ടൈപ്പ് തക്കാളിക്ക ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് അധിക നാൾ നിൽക്കുന്ന പ്രസ്ഥാനം ഇല്ല. കാരണം ഇത് ഇവിടുന്ന് ഞങ്ങൾ നാട്ടിൽ പോകുന്നത് ഈ ആഴ്ച തന്നെ പോകും. അപ്പോൾ പിന്നെ അതിന് വലിയ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെങ്കിലും പിന്നെ ഞാൻ കുഴിച്ച് വെച്ച എൻ്റെ ബീൻസ് തന്നെ ഇത്രയായിട്ടുണ്ട്. നേരത്തെ ഞാൻ കൂടെ അതിനകത്ത് ബീൻസ് കാണിക്കാൻ പറ്റിയിട്ടുണ്ടാകത്തില്ല നല്ല ക്ലിയറായിട്ട്.
ഇന്നിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇരുന്നപ്പോൾ ഞാൻ ഓർത്തുന്ന ഇത് കുറച്ച് മൂത്തിട്ടുണ്ട്. അപ്പോൾ അത് പറിച്ച് വെച്ചിട്ട് തോരന് ഒരു പ്രാവശ്യം ഒന്ന് തോരൻ വെച്ചിട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി എടുക്കാം. അത് കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ബാക്കിയുടെ എടുത്ത് ഒന്നിച്ച് തോരൻ വെക്കാൻ നിർത്തും. ഇലകളൊക്കെ കൂടി കളഞ്ഞ് അല്ലെങ്കിൽ പിന്നെ എല്ലാം പോകും. അപ്പോൾ ഇത് ഒന്നിച്ച് ഒരു തോരൻ വെക്കാമെന്ന് കരുതുന്നു. ഇങ്ങനെ മണ്ണ് ഞാൻ ഇട്ട് കൊടുത്തില്ല. അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി മണ്ണ് ഇടയ്ക്ക് നമ്മൾ നോക്കി ഇതൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഉരുളൻകിഴങ്ങൊക്കെ ഉണ്ടാകുന്നുണ്ടാവും. അവിടെ ഇവിടെയൊക്കെ പൊങ്ങിക്കിടക്കുകയാണ്. ഇന്ന് ഞാൻ പോണതിന് മുമ്പ് മണ്ണിട്ടിട്ട് പോകണമെന്ന് കരുതുന്നത്. ഉരുളൻകിഴങ്ങ് ഉണ്ടായി വരുന്നുണ്ട്. അതുപോലെ എൻ്റെ ചീര നിൽക്കുന്നുണ്ട്. ഇത്ര എത്തി ചീര. അതുപോലെ പൊങ്ങിപ്പോയേക്കുന്ന പയറാണ്. അത് വള്ളിപ്പയറായിട്ട് പോകുന്നത്. അവിടെ റണ്ണർ ബീൻസ് എന്ന് പറയുന്ന സാധനമാണ്. അത് വൈറ്റും ഉണ്ട്, അതുപോലെ റെഡ് പൂവുണ്ടാകുന്നതുമുണ്ട്. പിന്നെ അവിടെയും ചീരയൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഇതാണ് എൻ്റെ ചോളം. ഇതിനൊക്കെ ഇട്ടിട്ട് പോകാൻ സങ്കടമുണ്ട്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പോകാതിരിക്കാനും പറ്റില്ലല്ലോ. ഇത്തവണത്തെ സ്ട്രോബെറിയിൽ നിന്ന് ഒരു ട്രിപ്പ് ഞാൻ ഇന്നാൾ പറിച്ചെടുത്തായിരുന്നു. അത് കൂടാതെ ഇന്നത്തെ ഇത് ലാസ്റ്റാണ്. ഇനി അധികം അതിനകത്തില്ല. ഇപ്രാവശ്യം ഒത്തിരി ഞാൻ ശ്രദ്ധിച്ചില്ല, കാരണം ഒത്തിരി പാർട്ടികളും പരിപാടികളും ആയതുകൊണ്ട്. അപ്പോൾ ആകെ കിട്ടിയത് ഇതാണ് ഇത്തവണത്തത്. അപ്പോൾ ഈ നന്നായിട്ട് നമ്മൾ ഒരുവിധം ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ അത് സ്ട്രോബെറിയിൽ നെറ്റ് ഇടുവോ അല്ലെങ്കിൽ സ്ട്രോ കുത്തിവെച്ചാണെങ്കിൽ ഇത് ഇച്ചിരി ഇതിൻ്റെ ഫ്രൂട്ട്സ് പൊക്കി വെക്കുവാണെങ്കിൽ അച്ചളും ഇതൊന്നും കടിക്കാതെ വലിയ കുഴപ്പമില്ലാതെ ഉണ്ടായി കിട്ടും. പക്ഷെ ഇത് ചിലതൊക്കെ കടിക്കാനും പിടിക്കാനും ഒക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പം ചെടിക്ക് എപ്പോഴും ശ്രദ്ധ എപ്പോഴും ആവശ്യമാണ്. ഇന്നത്തെ വിളവെടുപ്പ് ഇത്രയും കിട്ടി. ഇനി ഞാൻ കുറച്ച് പാകിയിട്ടിരിക്കുന്ന എൻ്റെ പൊട്ടറ്റോ പറിച്ചെടുക്കാനുണ്ട്. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ കോണും കൂടി ആയി വരാനുണ്ട്. ബാക്കിയെല്ലാം എടുക്കൽ കഴിഞ്ഞു. ഇന്നിവിടെ ഉണ്ടായ ഇതിനകത്ത് ബീൻസ് തോരൻ ഉണ്ടാക്കുകയാണ്. ആദ്യം നല്ലോണം ചൂടായ എണ്ണയിലോട്ട് ഞാൻ കടുകിട്ടു. അതോടൊപ്പം തന്നെ ഇഞ്ചി, കരിയാപ്പല, കാന്താരിമുളക്, ചുവന്നുള്ളി ഇത്രയും ചതച്ചതാണ്. അത് അതിലോട്ടിട്ട് വഴറ്റുകയാണ്. അതൊരുവിധം ബ്രൗണിഷ് കളറായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് വലിയ ഉള്ളി ഇടാം. കാരണം സാധാരണ എല്ലാവരും വലിയ ഉള്ളി ഇട്ടാണല്ലോ തോരൻ വെക്കുന്നത് മിക്കവാറും തന്നെ, നമ്മൾ പ്രത്യേകിച്ച് ഫോറിൻ കൺട്രീസിലുള്ളവർ. അപ്പോൾ ആ വലിയ ഉള്ളിയും ഞാൻ ചേർത്തു. അതൊന്ന് ചെറുതായിട്ട് മൈൽഡായി വരുമ്പോഴേക്കും അതിലോട്ട് നമുക്ക് ബാക്കി സാധനങ്ങൾ ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് വഴറ്റാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി ഇടുന്നതായിരിക്കും. ചെറിയ ചെറിയ ടൈം പാസ്സും ആകും. ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പിറേഷനായിട്ട് പുതിയ ഇതുണ്ടാക്കണമെങ്കിൽ ഉപ്പ് ഞാൻ ഇട്ടു അതിനിടയ്ക്ക്. ആകുന്നതാണെങ്കിൽ അതും ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഞാൻ ഇതിടുന്നത്. അപ്പം മഞ്ഞൾപ്പൊടിയും സ്വല്പം മുളക് പൊടിയും ചേർക്കുന്ന, കാന്താരമുളക് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചാണ് ഇടുന്നത്. കാരണം പിള്ളേരൊക്കെ കഴിക്കാനുള്ളതല്ലേ. അപ്പോൾ അത് ഒരുവിധം ഒന്ന് ചെറിയ രീതിയിലൊന്ന് വഴറ്റി വരുമ്പോഴേക്കും ഞാൻ ഇത്തവണ ഒന്ന് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത്. പച്ചത്തേങ്ങ ആദ്യമേ ഇടുകയാണ്. അപ്പം തോരൻ്റെ കൂടെ ഒന്നിച്ച് ശരിക്കും അങ്ങ് വേകട്ടെ എന്നോർത്ത്. കാരണം അല്ലെങ്കിൽ അവസാനം ഇട്ട് കഴിയുമ്പോഴേക്കും മൊത്തത്തിൽ ആ തേങ്ങാപ്പാലും കൂടി ആ തോരനകത്തോട്ട് പിടിച്ചോട്ടെ എന്നോർത്ത്. കാരണം അന്നേരം ഇച്ചിരി ഒരു ടേസ്റ്റ് കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പം തേങ്ങായും ആ കൂടെ കിടന്ന് എണ്ണയുള്ളതുകൊണ്ട് അങ്ങനെ മുട്ടി പിടിക്കത്തില്ലല്ലോ. അപ്പം പൊളിക്കാൻ പറ്റിയ പയറെല്ലാം ഞാൻ പൊളിച്ചെടുത്തു. അത് അരിഞ്ഞു വെച്ച് അപ്പോൾ അതിനെ ആദ്യം ഇട്ട് വേവിക്കുകയാണ്. കാരണം എന്നാലേ അത് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പം അതിട്ട് ഒരുവിധം ഒന്നായി കഴിയുമ്പോഴേക്കും ഒരുവിധം ഒരു ഹാഫ് വേവ് ആകുമ്പോഴേക്കും ബാക്കി അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീൻസ് കൂടി ഇട്ടു. ഇതിനെല്ലാത്തിനെയും കൂടി ഇട്ട് ഞാൻ മൊത്തത്തിലൊന്ന് വേവിച്ച്, കുറച്ച് നേരം വേവിച്ച്, വെള്ളം ഒഴിക്കുന്നില്ല. അപ്പം ഇതിപ്പോൾ വീട്ടിലൊക്കെ ഉണ്ടായതുകൊണ്ട് അതിനകത്ത് ചെറിയ രീതിയിൽ വെള്ളം ഉണ്ടാകും. പിന്നെ എണ്ണയുണ്ട്, തേങ്ങായിലെ ഇതുണ്ട്. അത് നമ്മളൊന്ന് മൂടി വെച്ച് ആവിയിൽ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അത് നല്ലൊരു തോരനായിട്ട് കിട്ടി. അപ്പോൾ ഇത്തവണ നാട്ടിൽ പോണതിന് മുമ്പ് തന്നെ ഈ തോരൻ ഉണ്ടാക്കാനെങ്കിലും പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അതുപോലെ എനിക്ക് കുറച്ച് ചീര ഉണ്ടായിട്ടുണ്ട്, അതെടുത്ത് ഞാൻ ഇച്ചിരിച്ച് തോരൻ വെച്ചു. പിന്നെ വൈൻ ടൊമാറ്റോ കിട്ടി കുറച്ച്, അതുപോലെ സ്ട്രോബെറി കിട്ടി കുറച്ച്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. ഇനി പോയിട്ട് വന്നു കഴിഞ്ഞാൽ അറിയാം എങ്ങനെയുണ്ടെന്ന് ഉള്ളത്. എനിവേ എല്ലാവരും വാച്ച് ചെയ്തതിന് നന്ദി. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെറുതെ നമുക്ക് ഒരു നേരം പോക്കുണ്ട്. വെറുതെ ഇതൊക്കെ ഉണ്ടാകുന്നത് എനിക്ക് ഇട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും ഇൻസ്പിറേഷൻ ആകുവാണെങ്കിൽ ആയിക്കോട്ടെ എന്ന് കരുതിയാണ്. അപ്പം ഷെയർ ചെയ്യുക ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ. കാരണം ഇത് UK ഒരു പച്ചക്കറി തോട്ടവും കാര്യങ്ങളും എല്ലാം A to Z ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഏവർക്കും നന്ദി, നമസ്കാരം.